പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വാഗതം. ഇത് നമ്മൾ ഫാമിലി ഗ്രൂപ്പ് വളരെ മുമ്പേ നടത്തിയ ഒരു ബോധത്താങ്കെട്ട് ഡാം റിസർവോയർ ആ ഏരിയയൊക്കെ നടത്തിയ ഒരു ചെറിയ യാത്രയുടെ വിവരണങ്ങളാണ്. ആദ്യമായിട്ട് കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളിപ്പോൾ ഈ നേരെ കാണുന്ന അതിൻ്റെ വാച്ച് ടവറാണ്. വളരെ ശാന്തസുന്ദരമായ റിസർവോയറാണ് ബോധത്താങ്കെട്ട് ഡാമിന് ഉള്ളത്. അതായത് ശുദ്ധജല ആവശ്യങ്ങൾക്കും കൃഷി ആവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഡാമാണ്. കോതമംഗലത്തിനടുത്തുള്ള പാണിയേലിപ്പോര് കണ്ട ശേഷമാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത്, ഈ ഡാം റിസർവോയർ കാണാത്തുന്നത്. അപ്പോൾ ഉദ്ദേശം ഒരു 3:30-4 മണിയൊക്കെ ആയി കാണും. ജെട്ടിയുടെ സൈഡത്തൊക്കെ നിൽക്കുന്നത് നമുക്ക് പോകാനുള്ള ബോട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കാരണം എല്ലാവരും കൂടി സമീപത്തുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയാണ്. ഇന്ന് ചെറിയൊരു റെയിനി ഡേ കൂടിയാണ്. പക്ഷേ മഴയൊന്നും പെയ്തിട്ടില്ല. മഴ പെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നേ ഉള്ളൂ. എന്നാലും ഈ ചെറിയ തണുപ്പും ഇതൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്തുള്ള ബോധത്താങ്കെട്ടിൻ്റെ കാഴ്ച വളരെ വളരെ മനോഹരമാണ്, വളരെ വളരെ ആകർഷകമാണ്. ഈ വരുന്ന വാഹനമാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മുടെ വി സുരേഷ് ലീഡർ ക്യാപ്റ്റൻ്റെ ഒക്കെ ഒരു സുഹൃത്ത് വലയത്തിൽപ്പെടുന്ന ആളുടെയാണ് ബോട്ട്. ഞാൻ മുമ്പേ പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നോക്കുക, ചുറ്റും ഇല്ലിക്കാടുകളും ചെറിയ കുന്നുകളും ധാരാളം പക്ഷികളുടെയൊക്കെ ശബ്ദങ്ങൾ നമുക്ക് ധാരാളം കേൾക്കാം. ഈ കാണുന്നതാണ് ജെട്ടി. അപ്പോൾ നമ്മുടെ വാഹനം വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഈ കാഴ്ചകൾ നമുക്ക് യാത്രയിലുടനീളം ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് ഇങ്ങനെ ശാന്തസുന്ദരമായ ഈ ജലാശയമാണ്. ഈ ബോട്ടിൻ്റെ ഡ്രൈവിംഗ് ഒക്കെ വളരെ ശ്രദ്ധയോടെയും ഗൗരവത്തോടെയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. സഡൻ ബ്രേക്കൊന്നുമില്ല. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ വരുന്ന ബോട്ട് ജെട്ടിയുടെ അടുത്ത് ചേരണം, നമ്മൾ ചേർന്ന് നിൽക്കണം, ഒപ്പം നിൽക്കുകയും കൂടി ചെയ്യണം, തിരിഞ്ഞു വരണം. ഇത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൂവ്മെൻറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കേ അത് പറ്റുള്ളൂ. അല്ലെങ്കിൽ സംബന്ധിച്ചിട്ട് കുറേ പ്രാവശ്യം ഇനി 2 മൂവ്മെൻറ്റേ ഉള്ളൂ. ഒന്ന് മുമ്പോട്ട് എടുക്കുക, ഒന്ന് പുറകോട്ട് എടുക്കുക, അല്ലാതൊരു ബ്രേക്കില്ല. ഇപ്പോൾ ചരിഞ്ഞ് നമ്മളുടെ ഈ ജെട്ടിയോട് അടുത്തേക്ക് ഇത് വന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ച് കയറുകൊണ്ട് പിടിച്ച് കെട്ടിയിടുക, അതൊക്കെയാണ് ചെയ്യുക. ഇപ്പോൾ താഴെ ആളുകളുണ്ട്, അവരോട് മാനേജ് ചെയ്തോളൂ. ഇപ്പോൾ ഞങ്ങളുടെ വണ്ടി ബോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി അതിനകത്ത് കയറി യാത്ര ആരംഭിക്കുകയായി. ബോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം ലൈഫ് ജാക്കറ്റൊക്കെ ധരിക്കണം. അതൊരു സേഫ്റ്റി പ്രിക്കോഷനാണ്. മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ അത് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇടുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഇവിടെ അത്ര എന്താ പറയുക, അലച്ചില്ല അങ്ങനെയൊന്നും ഇല്ലാത്ത യാത്രയായതുകൊണ്ട് കുറേ പേരൊന്നും ഇടുന്നില്ല. അത്യാവശ്യം ചൂടൊക്കെ എടുക്കുന്നൊരു സംഭവമാണ്. എന്നാലും അത് ഇടുന്നതാണ് നല്ലതെന്നാണ് നമ്മൾ കുറേ പറയാറ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ജലസേചനവും മറ്റ് കുടിക്കുന്നതിന് ആവശ്യമുള്ളൊക്കെ ജലം സംരക്ഷിക്കുന്ന ചെറിയ റിസർവോയറാണ്. അപ്പോൾ ഇതിൻ്റെ ബാരേജ് കുറച്ച് തുറന്നു വച്ചിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ പുറത്തേക്ക് കിടക്കുകയാണ്. ഇത് മഴക്കാല സമയത്ത് തുറന്നു വിടണം, കാരണം ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം സംരക്ഷിക്കാൻ പാടില്ല. എന്നാൽ വേനൽക്കാലത്ത് വെള്ളം സംരക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ബാരേജാണ്. ഇതുകൂടാതെ അങ്ങ് നീങ്ങിയിട്ട് ബോധത്താങ്കെട്ടിന് ഡാം കൂടി ഉണ്ട്. പക്ഷെ നമ്മളതിലൂടെ മുകളിൽ കൂടെ യാത്ര ചെയ്യുന്ന ബസ്സൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇതിനും ബാരേജ് എന്നാണ് പറയുക. നമ്മൾ ആദ്യം കണ്ട ആ വ്യൂ പോയിൻ്റാണ്. നമുക്ക് ഈ ഡാമിൻ്റെ പരിസരങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ്. ഈ വ്യൂ പോയിൻ്റ് കയറി കഴിഞ്ഞാൽ, വാച്ച് ടവർ പോയി കഴിഞ്ഞാൽ നമ്മളാരും അതിനകത്ത് കയറാൻ തയ്യാറായില്ല. കാരണം ഡാമിലെല്ലാം നമ്മൾ ഇങ്ങനെ ബോട്ട് സവാരി പ്ലാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഇതിപ്പോൾ ഫുൾ ക്ലോസ് ചെയ്തിരിക്കുന്ന അവസ്ഥയില്ല. അപ്പോൾ അതുകൊണ്ട് ഡാമിന് താഴേക്ക് വളരെ കുറച്ച് വെള്ളം, സ്പില്ലായിട്ട് പോകുന്ന വളരെ കുറച്ച് വെള്ളം മാത്രമേ പോകുന്നുള്ളൂ.
അപ്പോൾ നല്ല ജലം ഉള്ളതുകൊണ്ടും ഇതിനകത്ത് ബോട്ട് സവാരി അനുവദനീയമായതുകൊണ്ടും നമുക്ക് നല്ല ഒരു യാത്ര തരപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. വളരെ പഴക്കമുള്ള ഒരു ഡാമാണ്. ഇപ്പോൾ നമ്മുടെ സാരഥിയാണ് ഒരു പാട്ട് വയ്ക്കാനൊക്കെ ശ്രമിക്കുകയാണ്. ഇതിനകത്ത് ധാരാളം സ്ഥലങ്ങൾ, റിസർവോയർ ധാരാളം ചെറിയ ചെറിയ കുന്നുകളെ ചുറ്റിപ്പറ്റിയിട്ട് അങ്ങ് നീണ്ടു കിടക്കുകയാണ്. വളരെയേറെ അവരൊരു നിശ്ചിത ദൂരം പോയിട്ട് തിരിച്ച് വീണ്ടും ഇവിടേക്ക് തന്നെ വരികയാണ് ലക്ഷ്യം. എത്ര ആഴമുണ്ടെന്നൊന്നും അറിയില്ല. അതിനകത്ത് അത്ര മത്സ്യങ്ങളെ ഒന്നും അധികമൊന്നും കാണുന്നില്ല, ആരും പറഞ്ഞ് നിശ്ചയപ്പെടുത്തിയില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബോട്ട് സവാരികൾ ഇടയ്ക്കിടയ്ക്ക് കാണാം. മനോഹരമായ ആ കാഴ്ചകൾ. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ
ചുന്നിവന്റെ ഊഴം കൺകുറന്ന് കണ്ണുറച്ച് കാണുക മോനെ ചാട പച്ചയായ ചാട ഉച്ചനാട് പോണം കുഞ്ഞിറങ്ങി നോക്കണം ചാട ചുറ്റുമിന്റെ സൂയ കയ്യിലൊക്കെ പോലെ നിന്ന് ദുഃഖമായ ചാട നല്ല
nós move o mundo de um jeito. O meu é sempre... Travel booking बनाओ आसान. Wait, download the app now. കൂടെ വന്നു അഴക മോരാടകൾ നീരു തന്നു ആമാടപ്പെട്ടി തുറന്നു തന്നു ഇപ്പം നമ്മൾ യാത്ര ആരംഭിച്ച ജെട്ടിയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് പെനിൻസുലാർ വുഡ്സ് എന്ന് പറയുന്ന ഒരു റിസോർട്ട് ഇതിൻ്റെ തീരത്ത് തന്നെയുണ്ട്. അങ്ങോട്ടേക്ക് ഇതേ വണ്ടി തന്നെ നമ്മളെ എല്ലാവരെയും ഈ ബോട്ടിൽ തന്നെ ഇറക്കുകയാണ്. അവിടുത്തെ ഒരു രാത്രി സ്റ്റേക്ക് ശേഷം പിറ്റേന്ന് രാവിലെ നമ്മൾ ഭൂതത്താൻകെട്ട് ഡാമിൽ നിന്നുള്ള യാത്ര അവസാനിച്ച് എല്ലാവരും തിരിച്ചു പോവുകയാണ്.
അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ ഞങ്ങളോടൊപ്പം കാണാൻ താല്പര്യം കാണിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് സോ സ്റ്റേ ഒരുവിധം കംഫർട്ടായിരുന്നു. ഈ രാത്രിയിൽ ഈ സമയത്തു നിന്നുള്ള പ്രാണികളൊക്കെ നമ്മൾ വന്ന് ശല്യം ചെയ്യുന്നുള്ളതാണ്. റൂമിൻ്റെ അതൊരു അസൗകര്യമായിട്ട് തോന്നി. എന്നാലും ഇറ്റ് ഈസ് ഓക്കെ. നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ യാത്ര കഴിഞ്ഞ് തിരിച്ച് പിറ്റേ ദിവസത്തെ രാവിലെയാണ്. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് കായലോര കാഴ്ചകൾ, ഈ റിസർവോയറിൻ്റെ കാഴ്ചകളെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഇത് വളരെ നല്ല കാഴ്ചകൾ, രാവിലെ തന്നെ ആയതുകൊണ്ട് കാഴ്ചകൾക്ക് നല്ല സുന്ദരമായിരുന്നു. അപ്പോൾ അങ്ങനെ ഭൂതത്താൻകെട്ട് റിസർവോയർ സവാരി ഗിരിഗിരി ഇവിടെ സമാപിക്കുകയാണ്. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്. ഇവർ കയറോ? അവർ വരുമോ? അത്രേ ഉള്ളൂ.